ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ പ്രത്യേകമായിട്ട് യൂട്യൂബിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തുടരെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ടാണ്. നിങ്ങളിൽ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന എന്നാൽ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളാണ്, ചില ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ SSLC അതുപോലെ തന്നെ +2 പരീക്ഷകളിങ്ങ് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പഠനത്തിന് തിരക്കിലായിരിക്കും. ഈ വർഷത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ലേണിംഗ് എല്ലാം നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോസാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരു വിഭാഗം ആൾക്കാർ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ടെലിവിഷനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ നല്ല വശവും ചീത്ത വശവും ഉണ്ട്. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ ഒരു വർഷത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, യൂട്യൂബിൽ തന്നെ ഒത്തിരി വീഡിയോ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് പഠനത്തിന് സഹായകമാകുന്ന ഒത്തിരി വീഡിയോ ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ ക്ലാസ്സുകൾ ഫലപ്രദമായിട്ടാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എക്സാമിന് അത് വളരെ സഹായിക്കും. എന്നിരുന്നാൽ കൂടി ഇങ്ങനെയുള്ള ഈ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോൺസിലൂടെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും വീഡിയോസ് കാണുന്നത്. യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് മൊബൈൽ ഫോൺസിലൂടെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതും വളരെ പ്രാധാന്യമേറിയതാണ്. കൂടുതൽ ആൾക്കാരും മൊബൈൽ ഫോൺസ് ഇതുപോലെ കൈകളിൽ എടുത്തുകൊണ്ടായിരിക്കും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ, അതായത് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ഒരു കാര്യമായിരിക്കും ഒത്തിരി നേരം കുനിഞ്ഞിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ബാക്ക് ബോൺസ് മസിൽസിന് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കറിയാം, കഴുത്ത് വേദന, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. മാത്രമല്ല, സ്ഥിരമായിട്ട് മൊബൈൽ ഫോൺസ് ഒത്തിരി സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അത് ഒത്തിരി സ്ട്രെയിൻ നൽകുന്നുണ്ട്. അപ്പം അതുമൂലം ഉണ്ടാകുന്ന തലവേദന, ഇതെല്ലാം നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ മൊബൈൽ ഫോൺസിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ലാപ്ടോപ്സ് ഉള്ളവരാണെങ്കിൽ ലാപ്ടോപ്സിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. അവിടെയും സ്ക്രീൻ ടൈം ഒരുപാട് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾക്ക് സ്ട്രെയിൻ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ഇപ്പോൾ ടി വിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ യൂട്യൂബ് ക്ലാസ്സുകൾ ടി വിയിലേക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അല്ല എങ്കിൽ മറ്റൊരു മാർഗം, ഇതുപോലൊരു സ്റ്റാൻഡ് ഉപയോഗിക്കുക. സ്റ്റാൻഡിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് സ്ഥിരമായിട്ടിരുന്ന് ഇതുപോലെ വീഡിയോ ക്ലാസ്സുകൾ കാണാം. ഇതുമല്ല, ഇത് വേണമെന്നില്ല, പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള കുറച്ച് ബുക്സ് അടുക്കി വെക്കാം. അതിൻ്റെ മുകളിലായി മൊബൈൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റാൻഡ് ഇരിക്കുന്ന അതേ പ്രതീതി തന്നെയാണ് ലഭിക്കുന്നത്. അതായത് നിവർന്നിരുന്ന് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺസ് വെക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ കൈകൾക്കും അതുപോലെ തന്നെ കഴുത്തിനും കണ്ണിനും ഒത്തിരി സ്ട്രെയിൻ കൊടുത്ത് ഇതുപോലെ മൊബൈൽസിലെ വീഡിയോസ്, അതായത് യൂട്യൂബ് ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്കറിയാം 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അല്ലെങ്കിൽ 1 മണിക്കൂർ വരെ നീളുന്ന ക്ലാസ്സുകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഒത്തിരി നേരം ഇതുപോലെ മൊബൈൽ ഫോൺസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ശരിയായ രീതിയിൽ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം, പഠിക്കുമ്പോൾ ക്വയറ്റ് ആയിട്ടുള്ള സ്പേസിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ മൊബൈൽ ഫോൺസ് ഉപയോഗിച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതേസമയം വീടുകളിൽ ടെലിവിഷൻ ഉച്ചത്തിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഒരു ടേബിളിൽ തന്നെ ഈ മൊബൈൽ ഫോൺസ് ഉപയോഗിച്ചിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ലാപ്ടോപ്സ് ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്സോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ എന്തുമാകട്ടെ, നിങ്ങൾ സ്ഥിരമായിട്ട് പഠിക്കാനിരിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. അതായത് നിങ്ങൾക്കൊരു ക്ലാസ്സിൻ്റെ ഒരു പ്രതീതി വീടുകളിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധ പോകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം മാറ്റി, ഡിസ്ട്രാക്ഷൻസ് എല്ലാം മാറ്റി ആ ഒരു പ്ലേസിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അടുത്തൊരു കാര്യം, ടേക്ക് നോട്ട്സ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും എപ്പോഴും കുട്ടികളോട് പറയുന്ന കാര്യമാണ്, ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ പെൻ ആൻഡ് പേപ്പർ ഉപയോഗിച്ച് എടുക്കുന്ന നോട്ട്സ് എഴുതിയെടുക്കുക. പ്രത്യേകിച്ച് മാത്സ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാത്സിൻ്റെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ആ വീഡിയോയിൽ കാണാൻ ചോദ്യം എഴുതിയെടുക്കുക. നിങ്ങൾ തനിയെ അത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നീട് വീണ്ടും ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എവിടെയാണോ മിസ്റ്റേക്ക് പറ്റിയത് ആ മിസ്റ്റേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും. ഇങ്ങനെ നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ, ഒരു 2 ആഴ്ച കഴിഞ്ഞാലും നിങ്ങൾ ചെയ്ത പ്രോബ്ലം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും മായാതെ കിടക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ പറയുന്ന തിയറി പാർട്സോ എന്തും ആകട്ടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണല്ലേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലപ്പോൾ വീഡിയോ കണ്ട് ഒരു ദിവസം കഴിയുമ്പോഴും പഠിച്ച കോൺസെപ്റ്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ കൂടി അങ്ങനെ പഠിക്കുന്ന കോൺസെപ്റ്റ്സ് 1-2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രത്യേകമായിട്ട് ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായിട്ട് നോട്ട്ബുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ ക്ലാസ്സോ ആവട്ടെ, ഏത് ക്ലാസ് നിങ്ങൾ യൂട്യൂബിലൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്താലും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനൊപ്പം തന്നെ
നോട്ട്സ് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കാം. പിന്നീട് ഈ നോട്ട്സ് നോക്കുമ്പോൾ തന്നെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഭൂരിഭാഗം കുട്ടികളും ഇതുപോലെ വീഡിയോ ക്ലാസ് കാണുമ്പോൾ സിനിമ കാണുന്ന അതേ രീതിയിലാണ് ചിലപ്പോൾ വീഡിയോ ക്ലാസ്സുകൾ കാണുന്നത്. ക്ലാസ് കാണുന്നു, മനസ്സിലാകുന്നു, പിന്നീട് അടുത്ത ക്ലാസ് കാണുന്നു. ആ രീതിയിൽ കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല. നോട്ട്സ് എല്ലാം വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കാനോ, അല്ലെങ്കിൽ ചില യൂട്യൂബ് ചാനലുകൾ അവർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള നോട്ട്സും ഒപ്പം വാങ്ങിയിട്ട് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ടേക്ക് ബ്രേക്സ്. നീണ്ട പഠന സമയത്തിനിടയിൽ ചെറിയ ചെറിയ ഇടവേളകൾ എടുക്കുക. അതായത് നിങ്ങൾക്കറിയാം, ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച്, അതായത് കമ്പ്യൂട്ടർ സ്ക്രീനിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന, മൊബൈലിലൂടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒത്തിരി നേരം നിങ്ങൾ ആ ക്ലാസ്സുകൾ തുടരെ അറ്റൻഡ് ചെയ്യാതെ അതിനിടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു ബ്രേക്സ് എടുക്കുക. ആ ബ്രേക്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബുക്സ് വായിക്കാം. അതായത് വളരെ ഫലപ്രദമായിട്ട് ഈ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം എന്ന് പറയുന്നത്, ഉദാഹരണമായി ഇപ്പോൾ നിങ്ങളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുകയാണ്, വീഡിയോ ക്ലാസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ +2 കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, ഇതിൻ്റെ ഒരു വീഡിയോ ക്ലാസ് ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണിന് ഒത്തിരി സ്ട്രെയിൻ തോന്നുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, പക്ഷേ നമുക്ക് അധികം സമയമില്ല, ഇനി പഠനത്തിന് വേണ്ടിയാണ് നമ്മുടെ സമയം മാറ്റിവെക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരം കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീനിലേക്കോ നോക്കിയിരുന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഇടയ്ക്കുള്ള കുഞ്ഞു ഇടവേളകൾ എടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ പഠിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണോ അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു നോട്ട്സ് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പതിയും. അതിനൊപ്പം തന്നെ ഒത്തിരി നേരം നിങ്ങൾ ആ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കി നിന്നിട്ടുള്ള ഒരു സ്ട്രെയിനും നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തൊരു കാര്യം, വെർച്വൽ ഗ്രൂപ്പ്സ്. ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യമാകുന്ന ഒരു സ്റ്റഡി ടിപ്പാണ് വിർച്വൽ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് പണ്ട് നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി എന്നൊക്കെ പറയാറില്ലേ, ഇന്നത്തെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സാധ്യമാകുന്നത് വിർച്വൽ ഗ്രൂപ്പ്സ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ കംഫർട്ടായ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. നിങ്ങൾക്കറിയാം ഏത് കുട്ടികളോടൊപ്പം ചേർന്നാലാണ് എനിക്ക് കുറച്ചുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായ ഒരു ഗ്രൂപ്പാണോ, അങ്ങനെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ടെലിഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പായി ഇത് മാറ്റരുത്. പകരം പഠനവുമായി ബന്ധപ്പെട്ട വൈകുന്നേരങ്ങളിൽ ഒരു പ്രത്യേക സമയം നിങ്ങൾ അതിനു വേണ്ടി ചിലവഴിക്കുക. ഫുൾ ടൈം ഇതുപോലെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന് നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യരുത്. പകരം ഇപ്പോൾ വൈകുന്നേരം 6 to 7 ഈ ഒരു സമയത്താണ് ഇതുവരെ ഞാൻ പഠിച്ച പാഠഭാഗങ്ങൾ, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇത്രയും പോർഷൻസ് പഠിച്ചു തീർക്കാം, അടുത്തൊരാഴ്ചക്കുള്ളിൽ ഈ ഒരു ടൈം ടേബിൾ നമുക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. ഒപ്പം നിങ്ങൾ നൽകുന്ന ഡൗട്ട്സിന് മറ്റു കുട്ടികൾ ചിലപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ആൻസേഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഓപ്ഷണലാണ്. കാരണം ചില കുട്ടികൾക്ക് ഇതുപോലെ ഗ്രൂപ്പ് സ്റ്റഡി എഫക്റ്റീവ് ആവണമെന്നില്ല. കാരണം ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ പഠിക്കാതെ ഉഴപ്പുന്ന കുട്ടികളുണ്ട്. അതേസമയം ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനുള്ള ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പഠനം ക്രമീകരിക്കുക. അവസാന സമയമാണ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ ഒരു ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെയുള്ള ഗ്രൂപ്പ്സ് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം, അവോയ്ഡ് ഇൻസ്റ്റാളിങ് ഡിസ്ട്രാക്റ്റിംഗ് പ്രോഗ്രാംസ്. അതായത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് നിങ്ങളുടെ മൊബൈൽസിൽ എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും ആകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് ഉപയോഗിച്ച് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയാതിരിക്കുക. അടുത്തത്, ലിമിറ്റ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന് നമുക്ക് ഒട്ടും പറയാൻ സാധിക്കാത്തൊരു സമയമാണ്. കാരണം ഇപ്പോൾ യൂട്യൂബ് വഴിയാണ് നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിലൂടെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം ലിമിറ്റ് ചെയ്യുക എന്ന് പറയാൻ കഴിയും. അതായത് ഇപ്പോൾ യൂട്യൂബിലൂടെ വീഡിയോ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളാണെങ്കിൽ അതിന് വേണ്ടിയുള്ള സമയം വീഡിയോ ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി മാറ്റിവെക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ മാത്രമല്ല, എൻ്റർടൈൻ ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാംസ് യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കുക. പകരം നമ്മുടെ മുന്നിലുള്ളത് വളരെ കുറച്ച് സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് പഠനമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഈ ഒരു കുറച്ച് സമയം നന്നായിട്ട് നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്കിൽ അനാവശ്യമായ സമയം ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് ഫേസ്ബുക്ക് വേണമെങ്കിൽ കുറച്ച് തൽക്കാലത്തേക്ക് ആ ഒരു 1-2 മാസത്തേക്ക് ഫേസ്ബുക്കിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അല്ലേ. പിന്നെ എന്തായാലും പഠിക്കാനുള്ള ആവശ്യമായതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസും ലാപ്ടോപ്സും എല്ലാം പാരൻസ് വാങ്ങിച്ചു തന്നിട്ടുണ്ട്.
ഓരോ ഡിവൈസിൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ദുരുപയോഗങ്ങളും ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയാസ് നന്നായിട്ട് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്റ്റേ ഹെൽത്തി, ആരോഗ്യത്തോടെ ഇരിക്കുക. നമുക്കറിയാം മാർച്ച് 17 പരീക്ഷാ ഹാളിലേക്ക് പോവേണ്ടത് നമ്മളാണ്. അപ്പോൾ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പരീക്ഷ അടുത്തു എന്ന അനാവശ്യമായ ഭയം മനസ്സിൽ കൊണ്ടുകൊണ്ട് തന്നെ രാത്രിയും പകലും ഇരുന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെ പഠനത്തിന് വേണ്ടി മാത്രം സമയം ചെലവഴിക്കുന്ന കുട്ടികളെ കാണാറുണ്ട്. അപ്പം അങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള പഠനം ഒഴിവാക്കുക. പകരം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉറക്കം കിട്ടുന്നു എന്ന് തന്നെ നിങ്ങൾ ഉറപ്പുവരുത്തുക. പരീക്ഷയുടെ തലേ ദിവസം അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളും അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠകളും ആകുലതകളൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ടീച്ചേഴ്സ് നമ്മളെ സഹായിക്കുന്നതിനടുത്തുണ്ട്. നമ്മുടെ പഠനം തന്നെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രീകരിച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ പഠനം നമുക്ക് ക്രമീകരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഠനത്തിന് സഹായകമാകുന്ന ഒത്തിരി യൂട്യൂബിലെ ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരിക. നമ്മളെ പഠനത്തിന് സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, നമുക്ക് പഠിക്കാൻ സാധിക്കും. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് തന്നെ നമ്മുടെ പരീക്ഷയെ അഭിമുഖീകരിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, എൻ്റെ അനുജന്മാർക്കും അനുജത്തിമാർക്കും നല്ലൊരു വിജയം, എല്ലാവർക്കും ഉയർന്ന മാർക്കും A+ഓടുകൂടി തന്നെ +2 അതുപോലെ തന്നെ SSLC പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന മറ്റു ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അങ്ങനെയെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളും അതോടൊപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും നേരം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കണ്ടുവല്ലോ. താങ്ക്